ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളെപ്പോഴും നേഴ്സിംഗ് റിലേറ്റഡ് വീഡിയോസായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നൊരു ഫംഗ്ഷനും കാര്യമൊക്കെ ഉണ്ട്, അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഇപ്പോൾ ടൈം ഒരു 6-6:30 ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുമരകത്ത് വെച്ചിട്ടാണ്. നമുക്ക് +2 ഫുൾ A+ കിട്ടിയതിൻ്റെ ഒരു മെറിറ്റ് അവാർഡാണ്. കുമരകം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ബേർഡ് സാങ്ച്വറി ആയിരിക്കും. അപ്പോൾ എന്തായാലും അവിടേക്കൊന്ന് കയറാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. നമ്മളോട് അവിടെ ഒരു 9 മണിയാകുമ്പോഴത്തേക്കും എത്താനായിട്ടാണ് പറഞ്ഞേക്കണേ. അവിടെ എന്തോ രജിസ്ട്രേഷനും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ടൈമിൽ തന്നെ ഇപ്പോൾ എത്തുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ പാടവും പുഴയൊക്കെ കടന്ന് നമ്മൾ ഇപ്പോൾ തന്നെ അവിടെ എത്തും. നമുക്ക് ഇവിടെ നിന്നൊരു 5 മിനിറ്റ് നടക്കാനുണ്ട് ജംഗ്ഷനിലേക്ക്. നമ്മൾ 2-3 പേരുണ്ട്. 10th ഇതുപോലെ ഫുൾ A+ കിട്ടിയ കുറച്ച് 2-3 പിള്ളേരുണ്ട്. അപ്പോൾ ഞാനും അച്ഛനും പിന്നെ അവരും അവരുടെ പാരൻസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു കാറിലാണ് പോകുന്നത്. അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞിട്ട് കുമരകത്ത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് വൈക്കം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഒരു ഫോൺ എടുക്കാനായിട്ട്. അപ്പോൾ ഓക്സിജൻ്റെ ഷോറൂമിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോണ വഴിക്കൊരു പാടത്തിൻ്റെ വ്യൂ ഒക്കെ കിട്ടിയപ്പോൾ ചുമ്മാ ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഫൈനലി അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളവിടെ ചെന്നപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ അവിടെ കയറി ചെന്നപ്പോൾ നമ്മൾ അവിടെ പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഓണമൊക്കെ അല്ലേ. അങ്ങനെ നമുക്കൊരു ടൈ കിട്ടി. പിന്നെ നമ്മളത് കഴുത്തേലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെന്നപ്പോൾ ജസ്റ്റ് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു സാർ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് ഗസ്റ്റായിട്ടുണ്ടായിരുന്നത് മന്ത്രി വാസവൻ സാറാണ്. അങ്ങനെ എല്ലാവർക്കും തിരക്കും കാര്യമൊക്കെ എല്ലാം ഉണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ പ്രസംഗമൊക്കെ നടത്തിയിട്ട് പോകുമായിരുന്നു. അങ്ങനെ നമുക്കധികം ബോറടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ദീപം തെളിയിക്കലൊക്കെയാണ് അവിടെ. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. പിന്നെ പിള്ളേരൊക്കെ കുറവായിരുന്നു, കാരണം എല്ലാവർക്കും എക്സാമും കാര്യമൊക്കെ നടക്കുമല്ലോ. അപ്പോൾ നമ്മളിതുപോലെ കുറച്ച് പേര് നേഴ്സിംഗ് അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം, ഇങ്ങനെ ചുമ്മാ ഇരിക്കണം. ബാക്കി എന്തെങ്കിലുമൊക്കെ കോഴ്സിന് ചേർന്നവരൊക്കെ അതുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. പിന്നെ നമുക്ക് എന്തായാലും നേഴ്സിങ്ങിന് ക്ലാസ്സൊക്കെ തുടങ്ങിയാൽ പിന്നെ ലീവൊക്കെ കിട്ടാൻ പാടില്ല. അപ്പോൾ നമുക്കിപ്പോൾ ചുമ്മാ ഇരിക്കാം. എന്തായാലും ചുമ്മാ ഇരിക്കുമ്പോൾ ബോറടി തന്നെയാണ്, അത് വേറൊരു കാര്യം. സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഭയങ്കര നീണ്ട പ്രസംഗമൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ബോറടിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിഷ്ടപ്പെട്ട് കുറേ നാൾ ശേഷമാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷന് പോണത്. നമ്മളിപ്പോൾ ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ നമുക്കിതുപോലുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് എല്ലാവരും ദീപമൊക്കെ തെളിയിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് ഒരു അവസാനത്തെ ലാസ്റ്റ് ഫംഗ്ഷനാണ്. ഐ മീൻ ഈ ഒരു +2ൻ്റെ ഫുൾ A+ കിട്ടിയ ബേസിലുള്ളത്. ഇനി അങ്ങനെ ഫംഗ്ഷനൊന്നും വരാനില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇതായിരുന്നു ലാസ്റ്റ് ഫംഗ്ഷൻ. ഇത്തിരി വൈകിട്ടുണ്ടായിരുന്നു ഇത് കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഫൈനലി നമുക്ക് അതിൻ്റെ ക്യാഷ് പ്രൈസും മൊമെൻറ്റോയൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ പിക്കൊക്കെ കൊടുത്തേക്കാം. അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ കുമരകത്ത് പക്ഷിസങ്കേതത്തിൽ ഒന്ന് വിസിറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും അകത്തോട്ട് കയറാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ നേരത്തെ പോയിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇതറിയാം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ടോട്ടൽ 4 കിലോമീറ്ററോളം നമ്മൾ നടന്ന് കാണാനായിട്ടുള്ളതുണ്ട്. അപ്പോൾ പിന്നെ മഴ പൊടിയുന്നുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് നമ്മൾ പിന്നെ പോന്നു. ഈ കാണുന്ന വഴി കൂടി നമ്മൾ അങ്ങോട്ട് 4 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടക്കണം. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്ന് പിന്നെ നമ്മുടെ ഓക്സിജൻ്റെ ഷോറൂമിൽ കയറി വൈക്കത്തുള്ള അങ്ങനെ നമ്മൾ ഓപ്പോയുടെ ഒരു ഓണത്തിന് വേണ്ടി അവർ ഇറക്കിയൊരു മൊബൈലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, ഓപ്പോ K12 X. അപ്പോൾ അതിൻ്റെ റിവ്യൂവും കാര്യമൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. അങ്ങനെ നമ്മൾ ഫൈനലി ആ ഒരു ഓപ്പോയുടെ ഫോൺ എടുത്ത് വിവോ നോക്കിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓപ്പോയുടെ ഈ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എടുത്ത് നമുക്കൊരു കൂപ്പൺ ഉണ്ടായിരുന്നു ഓക്സിജൻ്റെ. അത് നമ്മൾ ഫില്ല് ചെയ്ത് ആ ഒരു ബോക്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രജിസ്ട്രേഷനും കാര്യമൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വീട്ടിലെത്തി. പിന്നെ നമുക്കൊരു ലേസ് ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ആ ലേസൊക്കെ കഴിച്ച് അടിയിലൊരു 3-4 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് സ്വാഭാവികമാണല്ലോ. പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ടെറസിൻ്റെ ഷെയ്ഡിൽ ഒരു മയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാനങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കും ചോറ് ഒക്കെ കഴിച്ച് അപ്പോൾ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.